ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രാകേഷ് ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. രാകേഷ് ഏട്ടൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് പേര് മാത്രമുള്ള ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ്റെ വീട്. ചെക്കൻ ഇതാ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചെക്കൻ ഇതാ നിൽക്കണു. ഉണ്ണിയുണ്ട് ഇവിടെ, പിന്നെ ഇതാ അമ്മായിമാരുണ്ട്, വല്യമ്മ ഉണ്ട്, വല്യച്ഛനുണ്ട്. അപ്പോഴേക്കും എന്താ ഓടിച്ചാടിയിട്ട് ഒരാൾ എത്തിയിരിക്കണം, നമ്മുടെ സ്വന്തം കുഞ്ഞണ്ണു. കൂടെ അബി ഉണ്ട് കേട്ടോ. ഹലോ, അപ്പൊ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വത്തുമ്മി അപ്പും ഇവിടെ ഇല്ല. അപ്പൂനെ ഞങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അവൻ 10ാം ക്ലാസ് ആയതുകൊണ്ട് കാരണം അവനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. സ്വത്നേച്ചി ഇപ്പൊ എത്തും. ബാക്കി എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അബി വന്നിട്ട് ഇവിടെ എവിടേക്കോ പോയല്ലോ. ഇപ്പൊ ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ തന്നെ തിന്നാൻ തോന്നല്. ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പോണെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹെൽപ്പ് ചെയ്ത ആണുങ്ങളുള്ളത് കൊണ്ട് ഞങ്ങള് നിൽക്കണില്ല. പോയിട്ടോ ഹെൽപ്പ് ചെയ്തിട്ട് കറിപ്പാത്രം എടുത്തള കുഞ്ഞാവെ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. ഒന്ന് ചേർന്ന് നടക്കേ. തലല്ലേ അറിയണ്ടേ, നമ്മളാണ് മാച്ചാടാ. നമ്മുടെ ഇവിടെ അടിപൊളി സ്ഥലാട്ടോ. ഭയങ്കര പാടം അതൊക്കെ നല്ല വൈബാണ് ഇവിടെ. മഴയൊക്കെ പെയ്ത അടിപൊളിയാണ് ഇവിടെ. ഫുള്ള് വെള്ളം നിറയും. നീ നോക്കിക്കോ. റോഡ് പണി നടക്കണ അതിൻ്റെതായ കുറെ വൃത്തികേടുകൾ ഇവിടെ ഉണ്ട്. ജനിച്ചത് എന്തിനാ? പുതിയൊരു ഹിസ്റ്ററി ഉണ്ടാക്കാൻ. അത് ഇട്ടുന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം നിന്നോട് ചോദിക്കരുത്. നീ ജനിച്ചത് തന്നെ ഒരു ചരിത്രം ഉണ്ടാക്കാനാണ്. ഇങ്ങനെ പോയ ഞാൻ ഉണ്ടാക്കും അവന്റെ പേരിലൊരു ചരിത്രം. അപ്പൊ പുതിയ ചരിത്രം ചേച്ചി എന്തോ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ പോയി നോക്കിയോ പറ്റട്ടോ. മധുരട്ടല്ലേ? നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു ഇവര്. ചായ ഏട്ടാ ഡ്രസ് മാറ്റേട്ടാ. ഡ്രസ് മാറ്റുണ്ടോ? അതൊക്കെ മതിയായിരുന്നു. അപ്പൊ ഗൈസ്, ഫോണിൽ ചാർജില്ല. കുറച്ചു നേരം ചാർജിലിട്ടിട്ട് കാണാം. എന്തായാലും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴേക്ക് വീഡിയോ എടുക്കണ്ടേ. ഇനി ഫോണിൽ ചാർജില്ല. നമ്മളെ ഏട്ടന്റെ കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്റെ വലിയടയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ലോഡിങ് പണിക്കാണ് എന്നെ വിളിച്ചത് തോന്നണു. ഡ്രൈവറാണ്. എവിടെയും കൊണ്ട് മറിച്ചില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീഡിയോ എടുക്കും. മഴ പെയ്തിട്ട് കാടാണ് ഇവിടെ. നല്ല തണുപ്പും ഫുള്ള് കാടും എല്ലാതും പൊന്തി. ചപ്പുകളൊക്കെ പൊന്തി, ഇലകളൊക്കെ പൊന്തി, ഫുള്ള് കാടായിപ്പോ. സാധനം എടുക്കാൻ നല്ല സമയത്താണ് ഇവര് പോയത്. അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയേട്ടാ. കൊറേ പഴയ കഥകളൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. എന്തെങ്കിലുമൊക്കെ പറ. ഞങ്ങളവിടെ കയറി ചെന്നപ്പോ കറണ്ട് ഇല്ല അവിടെ. ഞങ്ങള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് സാധനം കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞപ്പോ കറണ്ട് വന്നിരിക്കുക. അതൊക്കെ റീസണാണ്. എന്താ ഏട്ടാ, ഞങ്ങൾ എവിടെ പോയാലും തന്നെ അവസ്ഥ. ഞങ്ങൾ എന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി അന്നൊക്കെ ഒരു അബദ്ധാണ്. ഹായ്, എന്നെ കളിയാക്കണേ. സ്വഭാവം കേട്ടോ. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ലാതെ എപ്പോഴും അറിയില്ല. വീട്ടിലേക്ക് എത്താറായി. വീട്ടിലേക്ക് എത്താൻ കുറച്ച് കഴിയുമ്പോഴേക്ക് മാമ എന്താ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. സൈഡിൽ കൂടെ വണ്ടി ആരൊക്കെയോ വന്നിട്ടുണ്ട്. സുന്ദരേട്ടനുണ്ട്. സുന്ദരേട്ടൻ എന്താ കുളിച്ച് പുറപ്പെട്ട് നിൽക്കണേ. ഞങ്ങൾ വീട്ടിലെത്തി പാത്രമൊക്കെ ആയിട്ട്.
ഗൈസ് ഇതാ ചേച്ചിമാരും അനിയത്തിമാരും ഏടത്തിയമ്മമാരും എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മളെ എന്താ ഇത് കഴിഞ്ഞ സത്യം ഇത്ര നേരം വന്നോണ്ട് വല്യമ്മേ രാതിയായിരുന്നു കൂടുതലാക്കിയത്. ഇതാണ് അമ്മമ്മ. അമ്മായി ഉണ്ണിനെ കണ്ടു. മിനിയമ്മായി. ഇത് പിന്നെ ഞുഞ്ഞു. അയ്യോ അമ്മേനല്ല വീഡിയോ. ഇവിടെ അകത്ത് ഇതാ നമ്മുടെ വല്യമ്മ ഇരിക്കുന്നുണ്ട്, അച്ഛമ്മ ഇരിക്കുന്നുണ്ട്, പിന്നെ അമ്മായിയുടെ ആരൊക്കെയോ ആണത്. ചെക്കനിവിടെ ഡ്രസ്സ് പറ പോവുകയാണ് ഗൈസ്. ഡ്രസ്സ് പറ നോക്കട്ടെ ഗൈസ്. നല്ല മഴയാണ്. ഞങ്ങള് വണ്ടി കയറാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അറിയുണ്ടോ ഗൈസ്? വണ്ടി ബാക്കിൽ വേറെ അതിൽ പോവാണ്. മഴ നനഞ്ഞു. അയ്യോ നനഞ്ഞു പൊട്ടിയായിരുന്നു. മഴയത്ത് നനഞ്ഞു കുളിച്ചിട്ട് പെണ്ണിന്റെ വീട്ടുകാർക്ക് വഴി കാണിക്കാൻ പോവുകയാണ്. ചെക്കനുണ്ട്, പെണ്ണ് വരുന്നില്ല, പെണ്ണിന്റെ വീട്ടുകാർ മാത്രമേ വരുന്നുള്ളൂ. ഞുഞ്ഞുണ്ട്, അബിയുണ്ട്, ചെക്കനുണ്ട്. ഞങ്ങളിവിടെ റോട്ടിലെത്തിയിട്ടുണ്ട്. പെണ്ണിന്റെ വീട്ടുകാരുടെ വണ്ടി വരുന്നവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ അവരുടെ വണ്ടി കണ്ടിരിക്കുന്നു. അല്ല ഞങ്ങളെ ഫ്രണ്ടിൽ പോയിട്ടല്ലേ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഫ്രണ്ട് പോയാലോ? എവിടെയെങ്കിലും എത്തുമ്പോ പാർക്ക് ബ്രേക്ക്. നല്ല ഡ്രൈവർ. പാർക്ക് ബ്രേക്ക് ഓഫ് ചെയ്യാതെ അതെ പെണ്ണിന് വീട്ടുകാർ വന്നോട്ടോ. സ്പോർട്ട് മോഡ് ഇവിടെയാ. City drive mode activated. നമ്മക്ക് അവര് വഴി കാണിച്ചു തരികയാണോ? അവരവിടെ സൈഡാക്കി. ഞങ്ങൾ അങ്ങനെ കേറിപ്പോണേ. ബായ് ബായ് അല്ലേ? വാ വാ വാ. ഗൈസ് അങ്ങനെ ഞങ്ങൾ അവരോട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിലെത്തി ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിനേറെ വലിയ പൊട്ടന്മാര്. അവരെന്തായാലും വഴി അറിയാണ്ട് നിർത്തണോ? അഹങ്കാരം നോക്കും, ഫ്രണ്ട് കയറി പോയിരിക്കുക. ഗൈസ് ഇതാണ് വായില്യാംകുന്ന് ക്ഷേത്രം. ഫേമസ് ടെമ്പിൾ ഇൻ കേരള. കുലത്തിലെ 12ാമത്തെ മകന്റെ അമ്പലം ക്ഷേത്രം. അവര് വിളിക്കാൻ വന്ന കാര്യം മറന്നിരിക്കുകയാണ്. ഇവിടെ രാകേഷ് ചേട്ടൻ വണ്ടിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അവരുടെ വണ്ടി കാണാൻ പോലും ഇല്ല. ശരിക്കും മിറർ ഓട്ടോമാറ്റിക് ആവണല്ലേ? നമ്മൾ ഫേസിനനുസരിച്ചിട്ട് ആ ഒരു സിസ്റ്റം കണ്ടുപിടിച്ച് നമ്മൾ ആ സിസ്റ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ആവില്ലേ? പിന്നെ ഈ വ്ളോഗ് പുറത്താവുമ്പോ അവർ ഐഡിയ വെച്ച് വേറെ ഉണ്ടാക്കും. അതെ, സ്കോപ്പ് അടിക്കും. പിന്നെ നമ്മുടെ ഐഡിയ അവൻ കൈലാറിൽ ചെന്നപ്പോ ഒരു കറുത്ത ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരു പെണ്ണ് പോണു. ഏതാ പെണ്ണ്? കുഞ്ഞുണ്ണി ഏട്ടനോട് ചോദിക്കുന്നത് ഏതാ പെണ്ണ് കറുപ്പ് ഹെൽമെറ്റ് ഇട്ടിട്ട്? അപ്പോഴാണ് ഞാൻ നോക്കണത്. ആരെ കാണാൻ ആൾക്കാർ പെണ്ണി നോക്കിയല്ല, വിവരമില്ലായ്മ നോക്കിയാ. നമ്മൾ ഈ വണ്ടിക്ക് കൂടി കടിക്കണ പോലെ ഹെൽമെറ്റിന് കൂടി കടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാം ഗൈസ്, അമ്മേനെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മകനാണ്. കയ്യിൽ നോക്കൂ, മോം ലവ് ഡാഡ് ടാറ്റു ഒക്കെ ചെയ്തിരിക്കണു. പെണ്ണട്ടിട്ട് വേണം ഇവിടെ പെണ്ണിന്റെ പേരടിക്കാൻ. ഈ കുട്ടികളോ അഞ്ചെട്ടുണ്ടാവും അത്ര എവിടെ അടിക്കും. അത്രയൊന്നും ഞാൻ ആണോ? പിന്നെ പൊന്നു വിളിച്ചു. ഞാനിതാ കാവിനങ്ങോട് വന്നു. ഓ ലവ് യു എന്നൊക്കെ. ഞങ്ങളിതാ വീടെത്താറായി. ഞങ്ങളുടെ പിന്നിലാണ് അവിടെ സൈഡിൽ ഗ്യാപ്പുണ്ടല്ലോ. ഞങ്ങളിവിടെ
ഒന്ന് അവിടെ കൈ കാണിച്ച് അവരോട് വണ്ടിയോടെ എത്തിക്കോളാൻ പറഞ്ഞു. ഞങ്ങളോട് ഇറങ്ങട്ടെ, അപ്പൊ അവർക്ക് മനസ്സിലാവും. അല്ല അവര് അച്ഛനറിയാം. അച്ഛനറിയാം ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ഇതില് നടക്കണ്ടല്ലോ. ആ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ. വണ്ടിയോടെ പിന്നാലെ വരുന്നേട്ടാ. അങ്ങനെ അപ്പണിന്റെ വീട്ടുകാർ എത്തിയിട്ടുണ്ട്. ഒരു ട്രാവലർ നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഫാസ്റ്റ് ഇവിടെ വരവേൽക്കും കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അടുക്കളയിൽ എല്ലാരും പാടെ കൂടിയിരിക്കാൻ അടുക്കള എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ചേച്ചി ഒരു ഹായ് പറ. ഓമനമായി പോവാണ്. അപ്പൊ എല്ലാരും ഓണമായിട്ട് ടാറ്റ പറയാൻ വേണ്ടി നിൽക്കാണ്. കണ്ടന്റ് വേണ്ട കുഞ്ഞാവേ, ഒരു ഹായ് പറ. അമ്മായി ഒരു ഹായ് പറഞ്ഞ ഉണ്ടോ? അമ്മായി എങ്ങനെ വേണല്ലേ അമ്മായി? ഒരു ഹായ് പറ. ഞാൻ അച്ഛമ്മ ഒരു ഹായ് പറഞ്ഞ. ഞങ്ങളുടെ തലമൂത്തപ്പനാണ്. ആ അത്രേ ഉള്ളൂ. കുഞ്ഞാവ എന്താ ചുമ്മയോട് എന്തൊക്കെയോ വർത്താനം പറയും. ഇത്ര നേരം നടന്ന കാര്യം ഇതാണ്. സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ. ഭയങ്കര വീക്ഷണമാണ് എല്ലാത്തിനും. ചെക്കൻ എല്ലാരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. എപ്പോഴേക്കാണ് കല്യാണം വേണ്ടത്, പിന്നെ കല്യാണത്തിന് മുമ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് പെണ്ണിൻ്റെ വീട് കാണാനും പെൺകുട്ടീനെ കാണാനൊക്കെ അടുത്ത ആഴ്ച ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മേഘു വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്വത്തുമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് മേഘു. സ്വത്തുമ്മയുടെ മാത്രമല്ല കേട്ടോ, ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. നല്ല കമ്പനി ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും. ഒരു 10 മണിക്ക് എത്തുന്ന വിചാരിച്ചാണ് എന്നെ വേഗം വിളിച്ചോണ്ടാണ് ഫുഡും കൂടെ കഴിക്കണേ. ഉടനെ രാവിലെ കരിയണം എൻ്റെ. ഇവിടെ ഫുൾ വൈബാണ്. അത് രാത്രി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വൈബാവും. പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ചെക്കൻ്റെ വീട്ടുകാരാണ് ആദ്യം. അല്ല, പെണ്ണിന്റെ വീട്ടുകാരാണ്. ഒക്കെ ചെക്കൻ്റെ വീട്ടുകാരെ ആദ്യം. ഞങ്ങളെല്ലാവരും പോയിട്ട് സമാധാനത്തോടെ നമ്മള് കഴിക്കും. ഒരു ലെവലാക്കിയാൽ ബാക്കി കാവലിരിക്കുകയാണ് ഇവര്. ആരും എടുത്തിട്ട് പോകാതിരിക്കുന്നില്ല. പാപ്പ മളമ്പലി തുടങ്ങിയില്ലേ പാപ്പ? ഇപ്പൊ അത് എടുക്കണേ. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞാനും കുഞ്ഞിനും കൂടെ അതും വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാ അടുത്തത് ഞങ്ങളുടെ ഊഴം നോക്കിയിട്ട് എല്ലാവർക്കും വിളമ്പി. അളിയന് മാത്രം വിളമ്പാണ്ട് വന്നി അടിയായിരുന്നു. ലുക്കിന് വന്നതാണ്, പക്ഷെ ഒരു ആവശ്യമില്ല. അത് മാത്രം ഞങ്ങളെ കണ്ടോ വെറും സാധാ പാൻറ്റും. ചുമ കണ്ടോ? അടുത്തത് ഞങ്ങളുടെ ഡിസ്കഷൻ അടുത്ത ആഴ്ച ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അപ്പം ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോവാന്നുള്ളതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കഴിക്കാൻ. ഒരെണ്ണം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒന്ന് രാകേഷേട്ടൻ പറയാൻ ഇപ്പൊ കൊടുക്കണ്ടെന്ന് ഗൈസ്. ഞങ്ങൾക്ക് തന്നോളം പറഞ്ഞു. ഷൊമ്മ ഇവിടെ നക്കല് തുടങ്ങി ഗൈസ്. ഷൊമ്മിനി എനിക്ക് തരുന്നതാണ്. ഇവിടെ ഫുഡ് കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനും
ചെക്ക ഒരു ഹായ് പറ. അവിടെ ആരാ? കുലുവിലാണ് ചെക്കൻ ഇവിടെ. മാമു അയ്യോ. രാകേഷ് ചേട്ടൻ എന്താ മാമനോട് ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ മാമ അവിടെ നിന്ന് ഹായ് കാണിക്കുകയാണ്. അടുത്തേൽ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് കയറിയിരുന്നു. അപ്പൊ പണിയെടുക്കണം, അതിപ്പോ കാണിക്കണം, അത്ര പാവം പണിയെടുക്കണം, കാണിക്കണം, വീഡിയോ എടുക്കണം. മാമയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം എല്ലാരും ഞങ്ങളോട് ഇരിക്കണ്ട പറഞ്ഞു പാപ്പൻ. മണിയണ്ണ പാപ്പൻ ഞങ്ങളോട് ഇരിക്കണ്ട പറഞ്ഞു കേട്ടോ. ഞങ്ങളോടല്ല, എന്നോട് ഇരിക്കണ്ട പറഞ്ഞു മണിയണ്ണ പാപ്പൻ. കുഞ്ഞണ്ണു ആണെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ ഇല്ലേ, അത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ചിക്കൻ വിളമ്പാൻ വേണ്ട അടുത്ത് വേണ്ടാന്ന് പറയുകയാണ്. അബ്ബിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വെള്ളം ഒഴിച്ച് തന്നിട്ട് പോയി. ആ ഗ്ലാസ്സിൽ ഫുള്ളും അങ്ങോട്ട് വെള്ളം ഒഴിച്ച് തന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഞങ്ങൾ അതെടുത്ത് കുടിക്കുക? ഞങ്ങളുടെ മേത്ത് കൂടെയൊക്കെ പോയില്ലേ. അപ്പോൾ കുഞ്ഞിന് വിദഗ്ധമായിട്ട് അതിൻ്റെ മേലത്തെ വെള്ളം കുറച്ചെടുത്തിട്ട് കുടിക്കുകയാണ്. അടുത്തത് എൻ്റെ ഗ്ലാസ് ഒന്നും എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും അതേപോലെ കറക്റ്റാക്കി സെറ്റാക്കി തരാണ്, എനിക്ക് എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട്. എന്താ കുഞ്ഞിനൊരു ബുദ്ധിയേ. കുഞ്ഞണ്ണു ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആക്രാന്തം കാണിച്ചിട്ട് ആ മേത്ത് കൂടെ അങ്ങനെ അങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഞാനാണ് ആക്കിയത് എന്ന്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് മിനിയമ്മായി പറയാണ് നീ വരിച്ച് വായിലിരുന്ന് ഞാൻ കണ്ടതാണല്ലോ എന്ന്. വീഡിയോ എടുക്കുമ്പോൾ മെല്ലെ എൻ്റെ തലേക്കിടാൻ നോക്കിയതാണ്, നടന്നില്ല. അടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മായിമാരെ വിളിക്കുമ്പോൾ അവർ ബാക്കിയുള്ളവർ ഇരിക്കട്ടെ, ഇവരിരിക്കട്ടെ എന്നൊക്കെ അമ്മായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി അടുത്തതിൽ ഇരിക്കാൻ ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കഴിക്കൽ കഴിഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും തിരിച്ചു പോവാണ്. അവർ ട്രാവലറിലാണ് വന്നത്. ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊരു കൂട്ടത്തിൽ കെട്ടി കൊണ്ടുപോകുന്ന അറിയില്ല, എന്നാലും ഞങ്ങൾ പിന്നാലെ പോകുന്നുണ്ട്. ഞങ്ങൾ കൊണ്ടുപോകും എന്ത്. അപ്പൊ അവര് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അടുത്ത ആഴ്ച എല്ലാവരോടും അങ്ങോട്ട് വരാനൊക്കെ പറയുന്നത്. കൈ പിടിച്ച് നിൽക്കുന്ന ആളാണ് രാജേശ്വരൻ, ഭാവി അളിയൻ. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഞങ്ങൾ വിളമ്പി കൊടുക്കുകയാണ്. രാകേഷ് ചേട്ടനും അമ്മായിമാരും രാധി, ഏട്ടൻ, അബി, അങ്ങനെ കുറച്ച് പേര് കഴിക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഞങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. രാകേഷ് ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ അപ്ഡേറ്റ്സും അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരെയല്ല, രാകേഷ് ചേട്ടൻ്റെ പൊന്നൂസിനെയാണ് രാകേഷ് ചേട്ടൻ അവിടെ വിളിച്ചുകൊണ്ടിരിക്കണത്. അവർ പോകുമ്പോൾ അവൾക്കുള്ള ഫുഡും കൂടെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്താല്ലേ ഈ സ്നേഹമൊക്കെ ലൈഫ് ലോങ് ഉണ്ടായാൽ മതിയായിരുന്നു. നിങ്ങളിത് കാണുക, രണ്ടാമത്തെ റൗണ്ട് കുഞ്ഞാക്കി കൊടുത്താണെങ്കിലും അല്ലെങ്കിലും കഴിപ്പ് രണ്ടാമതായതുകൊണ്ട് നമ്മൾ എന്തായിട്ട് കണക്കാക്കാം? വിശപ്പ് മാറിയില്ലായിരുന്നു അല്ലേ? കണ്ടോ ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിൽ കണ്ടോ ഇരിക്കണേ. പ്രതിമ പോലെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. പല്ല് കാട്ടാൻ പല്ല് വേണ്ടേ? അതൊക്കെ അങ്ങനെ ഗിന്താവും. ഇവിടെ അവിടെയൊക്കെ കാണും, ചിലപ്പോ ഇവിടെ കാണും. എല്ലാരും നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവേ, നമ്മൾ ഇതിനെന്ത് ചെയ്യണം? പറ. വൺ ഡേ എന്താണ്? അച്ചക്ക് നോക്ക്. ബായ്, ടാറ്റാ. ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാകേഷ് ചേട്ടൻ കൊണ്ടേക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ കുഞ്ഞ വല്യമ്മായി ടാറ്റ. അപ്പൊ ഗായ്സ് എല്ലാവർക്കും ഞായറാഴ്ച വരെ അടുത്ത വീഡിയോ ആയിട്ട്.